സൗദി അറേബ്യ തിരുവനന്തപുരം വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം തള്ളി കേന്ദ്ര സർക്കാർ. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകണമെന്ന സൗദിയുടെ ആവശ്യമാണ് കേന്ദ്രം നടപ്പാക്കില്ലെന്ന് അറിയിച്ചത്. സൗദിയുടെ ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷന്റെ ആവശ്യം തള്ളി സിവിൽ ഏവിയേഷൻ സഹമന്ത്രി മുരളീധർ മോഹോളാണ് പാർലമെന്റിനെ അറിയിച്ചത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകുന്നത് തിരുവനന്തപുരത്തേക്ക് സൗദി വിമാനങ്ങൾക്ക് സർവീസ് നടത്താനുള്ള അനുമതിക്ക് വേണ്ടിയാണ്. എന്നാൽ ഈ ആവശ്യം കേന്ദ്രം തള്ളി. സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിൽ എയർ സർവീസ് കരാർ നിലവിലുണ്ട്. POC അനുമതി വേണമെന്നായിരുന്നു സൗദിയുടെ ആവശ്യം. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മെട്രോ ഇതര നഗരങ്ങളിലേക്ക് വിദേശ വിമാന കമ്പനികൾക്ക് POC നൽകേണ്ടതില്ല എന്ന നയമാണ് കേന്ദ്രത്തിന്. ഇത്തരം വിമാനത്താവളങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര സർവീസുകൾക്ക് ആഭ്യന്തര വിമാന കമ്പനികളെ പ്രോത്സാഹിപ്പിക്കാനാണ് തീരുമാനം. നിലവിൽ തിരുവനന്തപുരത്ത് നിന്ന് സൗദിയിലെ ദമ്മാമിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ആഴ്ചയിൽ 7 ദിവസം സർവീസുണ്ട്. എന്നാൽ വിദേശ വിമാന കമ്പനികൾക്ക് അനുമതി നൽകിയിട്ടില്ല. നേരത്തെ തിരുവനന്തപുരം റിയാദ് റൂട്ടിൽ സൗദിയുടെ വിമാനം സർവീസ് നടത്തിയിരുന്നെങ്കിലും POC ലിസ്റ്റിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തെ നീക്കി. കണ്ണൂർ വിമാനത്താവളത്തിനും വിദേശ വിമാന കമ്പനികൾക്ക് കേന്ദ്രം POC നൽകുന്നില്ല. കോവിഡിന് ശേഷം UAEയും സമാന ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും കേന്ദ്രം അനുകൂല നിലപാടെടുത്തിട്ടില്ല. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.